ഹായ് ഗൈസ്, ഞാൻ അനഘ, ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻറ്റ് അറ്റ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. അപ്പം നമ്മുടെ നീറ്റ് 2026 ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ നീറ്റ് 2027 ആണ്. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് എന്തായാലും ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, ഏതൊക്കെ മെറ്റീരിയൽസ് പഠിക്കണം എന്നൊക്കെ വലിയൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. കാരണം 1 ഇയർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ട്. നമ്മുടെ ഒരു ഡ്രീം കോളേജിലേക്ക്, ഒരു ഡ്രീം MBBS ലൈഫ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു 1 ഇയർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഒരു ഇയർ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ നമുക്ക് 1 ഇയർ കൊണ്ട് തന്നെ ക്രാക്ക് ചെയ്യാം, എന്തൊക്കെ ടിപ്സ് ഫോളോ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കുറച്ച് കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയാം. കുറേ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു ഒരു റോഡ് മാപ്പ് ചെയ്യുമോ എന്നുള്ള കാര്യം. എങ്ങനെയാണ് നീറ്റ് 2027 പഠിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയില്ല എന്നുള്ള ഒരു കാര്യം ആഗ്രഹമുണ്ട്. അതായത് MBBS തന്നെ വേണം, അപ്പം എങ്ങനെ എഫേർട്ട് ഇടണം എന്നൊന്ന് പറഞ്ഞു തരുമെന്ന് കുറേ പേര് ചോദിച്ചു. അപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു ഈ വീഡിയോ അതിനെ പറ്റിയാവാന്ന്. അപ്പം ആദ്യം നമുക്ക് 3 സബ്ജക്ട്സ് ആണുള്ളത്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പം ഇനി ഞാൻ ഓരോ സബ്ജക്ട് വൈസ് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇതിൽ ഞാൻ ഫോളോ ചെയ്ത കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ആദ്യത്തെ സബ്ജക്റ്റ് എല്ലാവർക്കും പേടിയുള്ള ഫിസിക്സ് തന്നെയാവാം. അപ്പോൾ ഫിസിക്സിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇപ്പം എനിക്ക് ഇന്ന് ഫിസിക്സിന്റെ ക്ലാസ് ആയിരുന്നു എന്ന് വിചാരിക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫിസിക്സിന്റെ വേഗം പോയിട്ട് ഒരു മെറ്റീരിയൽ എടുത്ത് അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യലല്ല. നമ്മൾ ആദ്യം അതിന്റെ ബേസ് കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു ക്ലീഷ എക്സാമ്പിൾ തന്നെ, നമ്മൾ വീട് വെക്കുമ്പോൾ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു, അതേപോലെ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ബേസ് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പം എനിക്ക് ഇന്ന് ഫിസിക്സ് ആയിരുന്നു ക്ലാസ്. അപ്പോൾ ഫിസിക്സിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് എടുത്തു, ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. അതിൽ കോൺസെപ്റ്റും തിയറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്തു. അത്രേ ഉണ്ടായുള്ളൂ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ വൈകുന്നേരം ഞാൻ പോയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ ബുക്ക്, അതായത് അന്നത്തെ തിയറിയുടെ നോട്ടും ഒരു ഫ്രഷ് നോട്ട്, അതായത് ഒരു A4 സൈസുള്ള നോട്ട് ഞാൻ വേറെ എക്സ്ട്രാ മേടിച്ചു വെക്കും. എന്നിട്ട് അതൊന്ന് ഡിവൈഡ് ചെയ്തിട്ട്, ഇത് ഒരു പേപ്പറിനെ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഇതിലുള്ള ഈ ചാപ്റ്റർ പഠിക്കുന്നതിന്റെ കൂടെ അതിൽ വരുന്ന ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഈ ബുക്കിലേക്ക് മാറ്റി എഴുതാം. ഇതിനകത്ത് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ചില കോൺസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരിക്കും, നമ്മൾ മറന്നു പോകുന്ന വാല്യൂസ് ആയിരിക്കും. അതൊക്കെ അതിനകത്തേക്ക് നോട്ട് ചെയ്യാം. മാക്സിമം കുറച്ച് കളർഫുൾ ആയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ഒക്കെ നോക്കുമ്പോൾ കുറച്ച് ഇത് തോന്നണം. ആ കളേഴ്സ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഓർമ്മയിലുണ്ടാക്കിയ പേജിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് മൊത്തം ഒരു എങ്കിലും എഴുതി വെച്ചാൽ ചിലപ്പോൾ നമുക്ക് തന്നെ ബോറടിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ അത്യാവശ്യം കളർഫുൾ ആയിട്ടൊക്കെയാണ് എഴുതിയത്. അങ്ങനെ ബോക്സ് ഒക്കെ ചെയ്തിട്ട് മനസ്സിലാവുന്ന രീതിയിലേക്ക് എനിക്ക് കുറച്ചും കൂടെ നോക്കാം, ആ ബുക്കൊന്ന് തുറക്കാൻ തോന്നുന്ന രീതിയിലേക്കായിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഓരോ കോൺസെപ്റ്റ് പഠിക്കുന്നതിനനുസരിച്ച് ക്ലിയർ ആയിട്ട് ഇക്വേഷൻ നോട്ടിലേക്ക് ഇതിങ്ങനെ മാറ്റി എഴുതാം. ആദ്യമൊക്കെ എഴുതുമ്പോൾ ഇക്വേഷൻ നോട്ട് ഇപ്പോൾ നോട്ടിൻ്റെ അത്ര ഉണ്ടായിരിക്കും. അത് വിചാരിച്ച് ആരും ടെൻഷൻ ആവണ്ട. കാരണം അത് നമ്മളിതൊരു ഇക്വേഷൻ നോട്ടൊന്നും എഴുതിയിട്ടില്ലല്ലോ. 2-3 ചാപ്റ്റർ എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത്. അപ്പോൾ ആരും ടെൻഷൻ ആവേണ്ട, ഇക്വേഷൻ നോട്ട് ഒരു പേപ്പറിൽ കൊണ്ടില്ല എന്നൊന്ന് പറഞ്ഞിട്ട് അത് ആദ്യത്തേക്ക് അങ്ങനെ ഉണ്ടാക്കി. നമ്മൾ ക്ലാസ് കേട്ടു, നേരെ പോയിട്ടൊരു മെറ്റീരിയൽ എടുത്തു, ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അതും ചിലപ്പോൾ വല്ല ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേ കിടക്കും നമ്മുടെ കോൺഫിഡൻസ് അവിടെ പോയി. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ആ നോട്ട് ആദ്യം കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. പിന്നെ ഈ നോട്ട് വായിക്കേണ്ടാത്ത രീതിയിലേക്ക് എന്ത് ചെയ്യുക, ഇന്ന് പഠിപ്പിച്ച ആ ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് ഇന്ന് തന്നെ തലയിലേക്ക് ആക്കുക ഫിസിക്സിന്റെ കാര്യത്തിൽ. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ എന്തായാലും നമ്മൾ മറന്നു പോകും. പിന്നെ നമുക്ക് നോട്ട് നോക്കേണ്ടി വരും. അതിനെപ്പറ്റി ഞാൻ പറയാം. പക്ഷെ ആദ്യം നമ്മൾ ഇന്നെടുത്ത ബേസ് കറക്റ്റ് ആക്കാൻ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകുക. അല്ലാതെ ആദ്യമേ പോയി ക്വസ്റ്റ്യൻസിൽ ഇരിക്കരുത്. ക്വസ്റ്റ്യൻസിൽ ഇരുന്നാൽ ചിലപ്പോൾ നമുക്ക് ആകെ തലകറങ്ങും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, അതിന്റെ കോൺസെപ്റ്റ് ബേസ് കംപ്ലീറ്റ് ആക്കി, ഇക്വേഷൻ നോട്ടും കംപ്ലീറ്റ് ആക്കി വെക്കുക. ഇനി ഫർദർ ഈ ചാപ്റ്റർ പിന്നെ ഒരു ദിവസം നിങ്ങൾ പഠിക്കാൻ എടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇക്വേഷൻ നോട്ട് എടുക്കുക. ഇക്വേഷൻ നോട്ട് എടുത്തിട്ടൊന്ന് നോക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ അതിനകത്ത് കുറേ തിയറി മറന്നിട്ടുണ്ടായിരിക്കും, കുറേ കോൺസെപ്റ്റ് മറന്നിട്ടുണ്ടായിരിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്, അത് എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ മാത്രം നിങ്ങൾ ആ നോട്ട് എടുക്കുക. എന്നിട്ട് ഏത് കോൺസെപ്റ്റാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോയത് അതൊന്ന് നോക്കുക. അല്ലാതെ ഫുൾ ടൈം ഓരോ തവണയും ആ ചാപ്റ്റർ നോക്കുമ്പോൾ പിന്നെയും നമ്മൾ നോട്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി സമയം പോകും. നമുക്കിങ്ങനെ ഒരു ടോപ്പിക്ക് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഞാൻ മറന്നുപോയി, അപ്പം അടുത്ത് നോക്കും, അപ്പം വീണ്ടും അടുത്ത് നോക്കും. ഇങ്ങനെ മറന്നു നമുക്ക് തോന്നിയിട്ട് നമ്മൾ കുറേ ഇരുന്ന് നോക്കും. അപ്പം നമ്മൾ കുറേ സമയം പോകും. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഒരു തവണ ആ ചാപ്റ്ററിനെ പ്രോപ്പറായിട്ട് പഠിക്കുക. പിന്നെ ആ ഇക്വേഷൻ നോട്ടിൽ എപ്പോഴും നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇക്വേഷൻ നോട്ട് നോക്കുക, ക്വസ്റ്റ്യൻ ചെയ്യുക, ഇക്വേഷൻ നോട്ട് നോക്കുക, ക്വസ്റ്റ്യൻ ചെയ്യുക. ഇതാണ് ബേസിക് ആയിട്ട് ചെയ്യേണ്ടത്. ഇനി
ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബേസ് നമ്മൾ ക്ലിയർ ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും ആദ്യം തന്നെ നമ്മൾ കട്ടി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് അവിടെ ഡ്രോപ്പ് ആവും. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതിന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ MTGയുടെ ഫിംഗർ ടിപ്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. അതിൽ ബേസിക് ആയിട്ടായിരുന്നു ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആദ്യമൊക്കെ, പിന്നെ ടോപ്പിക് വൈസും ആണ് ക്വസ്റ്റ്യൻ. പിന്നെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് അല്ല ചെയ്യേണ്ടത് എന്നുള്ളത്. അത് നീറ്റിന്റെ ലാസ്റ്റ് എൻഡിലേക്കാണ്. സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ എപ്പോഴും ടോപ്പിക് വൈസ് ഡിവിഷനുള്ള ബുക്ക് മെറ്റീരിയൽസ് എടുത്ത് ചെയ്യുകയാണ് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഈ സമയം, അതായത് ഒരു ഇനീഷ്യൽ ഫേസിലൊക്കെ നമ്മുടെ ടോപ്പിക് വൈസ് ഡിവിഷനുള്ള ബുക്ക് തന്നെ എടുക്കാം. അതിന് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു MTGയുടെ ഫിംഗർ ടിപ്സ് എന്ന് പറയുന്നത്. ഫിസിക്സിനും കെമിസ്ട്രിക്കും ആ ബുക്ക് തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബയോളജിക്ക് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല, അവിടെ എത്തുമ്പോൾ ഞാൻ പറയാം. ഫിസിക്സിന് ഞാൻ MTGയുടെ ഫിംഗർ ടിപ്സ് നന്നായിട്ട് യൂസ് ചെയ്തിരുന്നു. അതിൽ ചില ക്വസ്റ്റ്യനൊക്കെ ഭയങ്കര ഡയറക്റ്റ് ആയിരിക്കും, ഇക്വേഷൻ ഇങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കണ്ടായിരിക്കും. അങ്ങനത്തെ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കില്ല, എനിക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നിയത്, നല്ല കോൺസെപ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ തോന്നിയത് ഉണ്ടാവുമല്ലോ. അതൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഹൈലൈറ്റർ വെച്ച ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കും. പിന്നെ ഞാൻ ഈ മെറ്റീരിയൽ എടുത്ത് ചെയ്യുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഒന്നും ചെയ്യില്ല. അതായത് നമുക്ക് ബേസിക് ആയി തോന്നിയ ക്വസ്റ്റ്യൻസ് ഒന്നും പിന്നെ നമ്മൾ ചെയ്യില്ല. അന്ന് ഞാൻ ബേസ് കറക്റ്റ് ആക്കി. ഇനി അടുത്ത ദിവസം തൊട്ട് കുറച്ചുകൂടി വേറെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ മാർക്ക് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻസ് പിന്നെ റിപ്പീറ്റ് ചെയ്യും. ഇതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഫിസിക്സിന്റെ ഇത് നീറ്റിന്റെ ഒരു ആദ്യത്തെ ഫേസിൽ. ഇനി ഒരു 5 to 6 months ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ ബുക്കിൽ നിന്ന് കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഫിസിക്സിന്റെ തന്നെ MTGന്റെ തന്നെ നീറ്റ് ചാമ്പ്യൻ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ ഇപ്പൊ എങ്ങനെയാണ് അത് പബ്ലിഷ് ചെയ്യുന്നതെന്ന് അറിയില്ല, ടോപ്പിക് വൈസ് ആണോ എന്നറിയില്ല. ഞാൻ പഠിച്ച എന്റെ കയ്യിലുണ്ടായിരുന്ന ബുക്കിൽ ടോപ്പിക് വൈസ് ആയിരുന്നില്ല, മിക്സ്ഡ് ആയിരുന്നു ക്വസ്റ്റ്യൻസ്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ചാപ്റ്ററിൽ മിക്സ്ഡ് ആയിട്ട് ആ ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടണം. അപ്പൊ ഞാൻ എന്റെ ബ്രെയിനിനെ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം, ഈ ക്വസ്റ്റ്യൻ ഈ ടോപ്പിക്കിൽ എന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കണം. കാരണം ടോപ്പിക് വൈസ് ഡിവിഷൻ അവിടെ ഓൾറെഡി കൊടുത്തിട്ടില്ല, അപ്പൊ ഞാൻ തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യകത അവിടെ ഉണ്ട്. പക്ഷെ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം നമുക്ക് കുറച്ചുകൂടെ ആ ചാപ്റ്ററിന്റെ ഇൻഡെപ്ത് മനസ്സിലാവും. പിന്നെ നല്ല ക്വസ്റ്റ്യൻസും ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. നല്ല കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു MTGയുടെ നീറ്റ് ചാമ്പ്യൻ. അത് കഴിഞ്ഞിട്ട് ഒരു ലാസ്റ്റില് ഒരു 3 to 4 months ഞാൻ ഈ നീറ്റ് ചാമ്പ്യൻ പ്ലസ് എന്തുകൂടെ ചെയ്യാൻ തുടങ്ങിയത്. നീറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു ബുക്ക്, MTGയുടെ തന്നെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ഓരോ സബ്ജക്ട് വൈസ്. എന്നാലും ഫിസിക്സിന്റെ ബുക്ക് ഫിസിക്സിന്റെ അടുത്ത് ചെയ്യും. അപ്പൊ ഈ 3 മെറ്റീരിയൽ ഞാൻ എന്റെ റിപ്പീറ്റിന്റെ സമയത്ത് ആകെ ഫിസിക്സിന് വേണ്ടി യൂസ് ചെയ്തിരുന്നു. നമ്മൾ കുറേ മെറ്റീരിയൽ ആദ്യമേ കൊണ്ടുപോയി വാങ്ങിച്ചു വെച്ച് വലിയ കട്ടി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കും. പിന്നെ നമുക്ക് ചിലപ്പോൾ അത് നമ്മുടെ കോൺഫിഡൻസ് അപ്ലൈ കളയും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബേസിക് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് 1 year ഉണ്ട്, നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 1 year എനഫ് അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കോവിഡ് ബാച്ച് ആയിരുന്നു, കുറേ ഫോക്കസ് ചെയ്ത് എനിക്ക് കുറേ ചാപ്റ്റേഴ്സ് അറിയ പോലും ഉണ്ടായിരുന്നില്ല. കുറേ ചാപ്റ്റേഴ്സ് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. അതൊക്കെ ഞാൻ ഈ ഒരു 1 year ഉണ്ടായില്ല, ഒരു 10 months ഉണ്ടായുള്ള റിപ്പീറ്റ്. ആ ഒരു സമയത്തിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഒരു 3 മാസത്തെ 2.5 മാസത്തെ ക്രാഷും. ഇതായിരുന്നു എനിക്ക് കറക്റ്റ് ഒരു 1 year പീരീഡ്. ആ ഒരു പീരീഡിൽ ഞാൻ ബിൽഡ് ചെയ്തെടുത്ത. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും അത് പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതാണ് ഫിസിക്സിന്റെ കാര്യം. അപ്പൊ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, ഓരോ തവണയും ഓരോ ചാപ്റ്ററിന്റെയും നോട്ട് പിന്നെ ഒരു പ്രാവശ്യം നോക്കുക. ഫസ്റ്റ് 1-2 പ്രാവശ്യം നോക്കിക്കോളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇക്വേഷൻ നോട്ട് വെച്ചിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിൽ ഏതെങ്കിലും കോൺസെപ്റ്റ് മറന്നു എന്ന് തോന്നിയത് മാത്രം എന്ത് ചെയ്യുക, നോട്ട് എടുത്ത് നോക്കുക. അല്ലെങ്കിൽ നോട്ട് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നോട്ട് എടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ഫിസിക്സിനെ എളുപ്പമാക്കാൻ ആകെ ഒരൊറ്റ വഴിയുള്ളൂ, നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കാണുക എന്നുള്ളതാണ്. പക്ഷെ ജസ്റ്റ് വെറുതെ ക്വസ്റ്റ്യൻസ് കണ്ടുപോയാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഞാൻ പഠിച്ചിരുന്ന ഒരു രീതി എന്തായിരുന്നു വെച്ചാൽ, ഒരു ക്വസ്റ്റിനെ കിട്ടിയാൽ അതിന് ഓട്ടോപ്സി ചെയ്യുക, അതായത് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുക. ആ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ്, എന്തുകൊണ്ട് ആ ഇക്വേഷൻ വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് വേറൊരു ഇക്വേഷൻ അവിടെ യൂസ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ മെത്തേഡ് വേറെ എന്തെങ്കിലും മെത്തേഡ് അവിടെ വന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ചിന്തിക്കും. അതായത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ ഇങ്ങനെ സോൾവ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ജമ്പ് ചെയ്യുക എന്നുള്ളൊരു സംഭവം എനിക്കുണ്ടായില്ല. ഞാനത് ആദ്യം നമ്മുടെ ഏറ്റവും മാക്സിമം ഫാസ്റ്റ് ആയിട്ട് തന്നെ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ആ ഒരു എക്സാം മോഡിൽ എന്നുള്ള രീതിയിൽ വേഗം സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കും. ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ ആ ക്വസ്റ്റ്യനിൽ വർക്കപ്പ് ചെയ്യും. അതായത് എങ്ങനെ വന്നു, ഇങ്ങനെ ഈ ക്വസ്റ്റ്യന്റെ അർത്ഥം എന്താ, അല്ലെങ്കിൽ അതിന്റെ കോൺസെപ്റ്റ് എന്താ. അപ്പൊ ആ ഒരു മോഡല്, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനെ ഞാൻ എന്റെ മൈൻഡിലേക്ക് ശരിക്കും കയറ്റി. അപ്പൊ അത് മോഡൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കണ്ടാൽ നമ്മുടെ ബ്രെയിന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു നമുക്ക് കിട്ടും. കുറച്ചുകൂടെ നമുക്ക് ഈസി ആവും. നമുക്ക് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കാണുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. അപ്പൊ എപ്പോഴും വേഗം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടണം. പക്ഷെ എണ്ണം കൂടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ക്വസ്റ്റ്യനെ മനസ്സിലാക്കി പോകണം എന്നുള്ളതാണ് ഞാൻ അർത്ഥമാക്കിയത്. അപ്പൊ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ റിപ്പീറ്റ് ചെയ്തുന്ന സമയത്ത് ഡെയിലി എനിക്ക് ചിലപ്പോൾ എല്ലാവരും 100 ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയും, 100-120 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്.
ഞാൻ ചിലപ്പോൾ അപ്പോഴും 30-40 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ 40 ക്വസ്റ്റ്യൻ ഞാൻ പക്കായിരിക്കും. അതായത് ആ മോഡലിൽ അല്ലെങ്കിൽ അതിനൊന്ന് ഇത്തിരി തലതിരിച്ച് വന്നു കഴിഞ്ഞാലും എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ക്വസ്റ്റ്യൻസ് കൂടുതൽ കാണുക, പക്ഷെ കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വല്ല പച്ചവെള്ളം പോലെ അറിയുന്ന രീതിയിലേക്ക് ആക്കുക. അടുത്ത സബ്ജക്ട് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ നമുക്ക് ഫിസിക്സ് പോലെ ഒരൊറ്റൊന്നായിട്ട് പഠിക്കാൻ പറ്റില്ല. കെമിസ്ട്രി ഒരു 3 ഭാഗമായിട്ട് തന്നെ പറയാം. ആദ്യം ഫിസിക്കൽ കെമിസ്ട്രി, പിന്നെ ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി. അതിൽ ഫിസിക്കൽ കെമിസ്ട്രി ഫിസിക്സ് പഠിക്കുന്ന പോലെ പഠിക്കുക. ഇതേപോലെ ഇക്വേഷൻ നോട്ട് ക്രിയേറ്റ് ചെയ്യുക, ഇക്വേഷൻ നോട്ട് വെച്ച് വർക്ക് ചെയ്യുക. പിന്നെ ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റ് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വായിക്കണമെന്ന് വെച്ചാൽ 2 പ്രാവശ്യമൊക്കെ വായിക്കുന്നത് നന്നായിരിക്കും. വായിച്ചിട്ട് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. പിന്നെ എപ്പോഴേലും അത് വായിക്കുന്ന സമയത്ത് ഹൈലൈറ്റഡ് പോയിന്റ്സ് മാത്രം നോക്കുക ഫിസിക്കൽ കെമിസ്ട്രി. പിന്നെ ടെക്സ്റ്റിൽ ഇൻസോൾവ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും ചെയ്യണം. കെമിസ്ട്രിയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അപ്പം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുത്ത നീറ്റ്, അതായത് +2 കഴിഞ്ഞ് ഡയറക്റ്റ് എഴുതിയ നീറ്റിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇതേപോലെ. കറക്റ്റ് ആ ഒരു ടെക്സ്റ്റിൽ അതേ ക്വസ്റ്റ്യൻ, അത് ആ ടെക്സ്റ്റ് വായിച്ച അല്ലെങ്കിൽ ആ ടെക്സ്റ്റിൽ ആ ക്വസ്റ്റ്യൻ ചെയ്ത ഒരാൾക്ക് മാത്രമേ അതിൻ്റെ ഉത്തരം കിട്ടുള്ളൂ. കാരണം സെയിം ആൻസർ ആയിരുന്നു, പോയിന്റുകളുടെ വ്യത്യാസങ്ങളൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ അതിൻ്റെ ആൻസർ കിട്ടൂലായിരുന്നു. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ഇക്വേഷൻ ആയിരുന്നു. പക്ഷേ ആ ടെക്സ്റ്റിൽ ആ ക്വസ്റ്റ്യൻ ചെയ്ത ആൾക്ക് അതിൻ്റെ ഉത്തരം എളുപ്പം ചെയ്തുപോലും നോക്കണ്ട, വേഗം ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പം അത് അങ്ങനെയായിരുന്നു. അപ്പം അതിനോട് എന്ത് ചെയ്യുക വെച്ചാൽ ടെക്സ്റ്റിൽ ഇൻസോർട്ട് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുക, ഒന്നും മിസ് ചെയ്യണ്ട. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി ഫിസിക്സ് പോലെ പഠിക്കുക, ഇക്വേഷൻ നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. ഇതേപോലെ ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുക, 1-2 പ്രാവശ്യം വായിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ആ ഹൈലൈറ്റഡ് പോയിന്റ്സിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക, അങ്ങനെ ചെയ്യാം. അടുത്തത് ഇൻഓർഗാനിക് കെമിസ്ട്രി. ഇത് ഇപ്പോൾ കുറേ പോർഷൻസ് നിങ്ങൾക്ക് കുറേ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളെ സമയത്ത് കുറേ ഉണ്ടായിരുന്നു. എനിക്ക് കെമിസ്ട്രി ഇഷ്ടമായിരുന്നെങ്കിലും ഈ ഒരു ഭാഗം എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് +2 ഇൻഓർഗാനിക് കെമിസ്ട്രി. അങ്ങനെ തലയിൽ കയറില്ലായിരുന്നു, അത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ അതിനൊരു മാർഗം കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ന്യൂസ് പ്രിന്റ് ഉണ്ടാവുമല്ലോ, കുറച്ചുകൂടി A4 കുറച്ചുകൂടി വലുതായതിന് അതിന് ഞാനിങ്ങനെ 3ആക്കി ഡിവൈഡ് ചെയ്യും. 3ആക്കി ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും ടെക്സ്റ്റ് വായിക്കുമ്പോൾ അതിലെ കോറായിട്ടുള്ള പോയിന്റ്സ് ഞാൻ ഈ പേപ്പറിലേക്ക് ഇങ്ങനെ കുഞ്ഞായിട്ട് എഴുതി വെക്കും. ആ പേപ്പർ അത്യാവശ്യം 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് അപ്പുറം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നിറച്ച് എഴുതി വെച്ച പോലെ ഉണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വായിക്കാൻ ഇങ്ങനെ ടെക്സ്റ്റ് ഇങ്ങനെ പിടിച്ച് വായിക്കുന്നേക്കാൾ സുഖമായിരുന്നു എനിക്കത്. ഞാനിങ്ങനെ ഫോൾഡ് ചെയ്ത് മടക്കി പിടിച്ച് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് കുറച്ചും കൂടി എന്തെന്നറിയില്ല, എനിക്ക് ഓർത്തെടുക്കാൻ കുറച്ചും കൂടി എളുപ്പം അതായിരുന്നു. പെട്ടെന്ന് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ എനിക്ക് എൻ്റെ ആ ഒരു പേപ്പറായിരുന്നു ഓർമ്മ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കുക. ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഇത് ഓക്കെ ആയിക്കോളുന്നില്ല, ചിലർക്ക് ടെക്സ്റ്റ് വായിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ മേ ബി അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പക്ഷേ കുറച്ചുകൂടി ഇൻഓർഗാനിക് കെമിസ്ട്രി കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്തിരുന്നത് വെച്ചാൽ ടെക്സ്റ്റ് വായിക്കുന്നതിനനുസരിച്ച് അതിൽ കോർ പോയിന്റ്സ് ഒക്കെ ഇതിലേക്ക് ഇങ്ങനെ എൻ്റെതായ രീതിയിൽ എന്നാൽ പോയിന്റ്സ് ഒട്ടും മാറാതെ കറക്റ്റായിട്ട് അതിനകത്തേക്ക് എഴുതി വെക്കുമായിരുന്നു. കുറച്ച് കളർഫുൾ ആയിട്ടും കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. അപ്പം എനിക്ക് ഒന്നുകൂടി വായിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പം എന്താ വെച്ചാൽ ആദ്യത്തെ സമയത്തൊക്കെ ടെക്സ്റ്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ലാസ്റ്റിലേക്കൊക്കെ എത്തിയപ്പോഴത്തേനും നമുക്ക് ഒത്തിരി ചാപ്റ്റർ ഒന്നിച്ചുള്ള എക്സാം ഒക്കെ വരില്ലേ, ചിലപ്പോൾ മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ എക്സാം ഒക്കെ വരും. അപ്പോഴൊക്കെ പെട്ടെന്ന് നോക്കാൻ എനിക്ക് ഈ നോട്ടായിരുന്നു സുഖം. ഞാനിങ്ങനെ പിടിച്ച് ജസ്റ്റ് ഒന്ന് നോക്കും. അപ്പം നമുക്കിങ്ങനെ ഓടും, നമ്മൾ എഴുതി വെച്ച സാധനമല്ലേ, നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പം അത് അങ്ങനെ എല്ലാ ഇൻഓർഗാനിക് കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സിനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പ്ലസ് ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യും, അതായത് മെറ്റീരിയൽസിലുള്ള ക്വസ്റ്റ്യൻസ്. സെയിം ഇതേപോലെ തന്നെ കെമിസ്ട്രിക്ക് ഞാൻ ബേസിക് മെറ്റീരിയലാണ് ആദ്യം യൂസ് ചെയ്തിരുന്നത്, MTGയുടെ ഫിംഗർ ടിപ്സ് അത് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ഇതേപോലെ ഒരു 5 to 6 months ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്, MTGയുടെ നീറ്റ് ചാമ്പ്യൻ. കെമിസ്ട്രിക്ക് നല്ല ബുക്കായിരുന്നു അത്, നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലൊരു ബുക്കായിരുന്നു നീറ്റ് ചാമ്പ്യൻ. അതിന് ഇൻഓർഗാനിക് കെമിസ്ട്രി നമ്മൾ ഫിസിക്സ് പോലെ പഠിക്കണമെന്ന് വെച്ചാൽ അതുപോലെയും പഠിക്കണം, ബയോളജി പോലെ പഠിക്കണമെന്ന് വെച്ചാൽ അതുപോലെയും പഠിക്കണം. ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണം, ടെക്സ്റ്റ് നല്ലപോലെ ഇൻഓർഗാനിക് കെമിസ്ട്രി നമുക്കറിയണം. ഒപ്പം ക്വസ്റ്റ്യൻസും നന്നായി പ്രാക്ടീസ് ചെയ്യണം. ആദ്യം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്, ബേസിക് പ്രിൻസിപ്പിൾസിൻ്റെ ചാപ്റ്റർ എടുക്കുമ്പോൾ അത് ദയവ് ഇത് മിസ് ചെയ്യാതിരിക്കുക, അത് കറക്റ്റായിട്ട് കേൾക്കുക. അത് ബേസിക് കോൺസെപ്റ്റ്, ആ ബേസ് ക്രിയേറ്റ് ചെയ്താലേ ബാക്കി ചാപ്റ്ററിലേക്ക് നമുക്ക് ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് പക്കാക്കുക, ചാപ്റ്റർ നല്ലപോലെ പഠിക്കുക, അതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. കിട്ടാവുന്ന മെറ്റീരിയൽ ഒക്കെ എടുത്ത് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ സെൻറ്ററിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയലും അല്ലാത്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ആ ഒരു ചാപ്റ്ററിൽ ചെയ്തിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് നന്നായി ബിൽഡ് ചെയ്ത് വെക്കുക. ഇൻഓർഗാനിക് കെമിസ്ട്രി ടെക്സ്റ്റ് വായിക്കുമ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക, ടെക്സ്റ്റിൽ ഇൻസോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആൻഡ് അടുത്തൊരു എക്സ്ട്രാ ഒരു കാര്യം പറയാനുള്ളത്, ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ടെക്സ്റ്റിൻ്റെ ബാക്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് ഇൻഓർഗാനിക് കെമിസ്ട്രി.
അതെന്തായാലും സോൾവ് ചെയ്യാം. അത് 2-3 ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞ് ചെയിൻ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്തല്ല 2-3 ചാപ്റ്റേഴ്സ് ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും സോൾവ് ചെയ്ത് പഠിക്കണം. ഐ തിങ്ക് ലാസ്റ്റ് ചാപ്റ്റർ അമൈൻസ് ആണ്. അമൈൻസിൽ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ആൽഡിഹൈഡ്സിനെ ആൽക്കഹോൾസിനെ എല്ലാം കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഭയങ്കര നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അത്ര ലെങ്തിയിൽ ചിലപ്പോൾ നീറ്റിൽ വരണമെന്നില്ല, പക്ഷെ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അത് ചെയ്യാം. പിന്നെ അടുത്തൊരു കാര്യം എന്താ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒത്തിരി നെയിംഡ് റിയാക്ഷൻസ് ഉണ്ടാവും. എനിക്ക് ഈ നെയിംസ് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. വലിയ വലിയ പേരുകൾ, കുറേ പേരുകളല്ലേ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തു, ഞാൻ ഒരു A4ലേക്ക് നെയിംഡ് റിയാക്ഷൻസ് ഇതുപോലെ മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. നെയിംഡ് റിയാക്ഷൻസ് മാത്രം മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ ഞാൻ ഒരു A4ലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഓർഗാനിക് കെമിസ്ട്രീനെ ഞാൻ അപ്രോച്ച് ചെയ്തിരുന്നത്. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം. കെമിസ്ട്രി ഞാൻ പറയുമ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി പിന്നെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഓർഗാനിക് കെമിസ്ട്രി കുറേ വോളട്ടൈൽ ആയിട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു മെത്തേഡുള്ളൂ. കാരണം കുറേ തിയറി നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടും കാര്യമൊന്നുമില്ല. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇതേപോലെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതിനകത്തും വരുന്നത്. അപ്പോൾ കെമിസ്ട്രിക്കും ഇതേ മെത്തേഡ്. പിന്നെ എനിക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ നല്ലതായി തോന്നിയ ക്വസ്റ്റ്യൻസ് ഒക്കെ മാർക്ക് ചെയ്ത് വെക്കായിരുന്നു. അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമായിരുന്നു. അപ്പം ഈ 2027 പ്രിപ്പയർ ചെയ്യുന്ന ഓരോ കുട്ടികളോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളിങ്ങനെ ആലോചിക്കുക, ഈ ഒരു 1 ഇയർ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന കാര്യം, നിങ്ങളുടെ ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ആണെന്നുണ്ടെങ്കിൽ ആ കോളേജിൻ്റെ ഗാർഡനിലൂടെ ഇങ്ങനെ വൈറ്റ് കോട്ടും സ്റ്റെപ്പൊക്കെ ഇട്ട് ഫസ്റ്റ് ഡേ നിങ്ങളുടെ പാരൻസിൻ്റെ കൂടെയൊക്കെ വന്ന് ഗാർഡനിൽ നിന്ന് നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അതൊക്കെ സ്റ്റോറി ഇട്ട് എന്ത് പ്രൗഡായിരിക്കും ആ ഒരു മൊമെൻറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിന് ഒരുപോലെ പ്രൗഡാവുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും അത്. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു 1 ഇയർ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ നോക്കുക. ഞാൻ റിപ്പീറ്റിന് പോയിരുന്ന സമയത്ത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, പ്രാർത്ഥനയും പരിശ്രമവും ഈ 2 കാര്യവും മതി എന്നുള്ളതാണ്. അത് ഞാൻ പിന്നെ ഡേ 1 തൊട്ട് എൻ്റെ നീറ്റിൻ്റെ ലാസ്റ്റ് ഡേ വരെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ ഓരോ സമയവും ഡൗൺ ആവുമ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും, ഈ 2 കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് എന്തായാലും നീറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഈ ഒരു സമയം, ഈ ഒരു 1 ഇയർ നിങ്ങളുടേതാണ്. അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് എൻ്റെ ഒരു അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു റൊട്ടീൻ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുതരാം. ഒരു ദിവസം എങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നത്, ആൻഡ് ഹോളിഡേയ്സിലൊക്കെ ക്ലാസ് ഇല്ലാത്ത ദിവസം എങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തതും പഠിച്ചതും കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇടാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്.